വയനാട്ടിലേക്കാണ് വീണ്ടും അവിടെ കടുവയെ പിടികൂടാനുള്ള പരിശ്രമത്തിനിടെ RRT സംഘത്തിലെ ഒരു സംഘാംഗത്തിന് പരിക്ക് പറ്റിയിരിക്കുകയാണ്. കടുവ ആക്രമണത്തിലാണ് പരിക്ക് പറ്റിയത്. അദ്ദേഹത്തെ ഇപ്പോൾ ജയസൂര്യ എന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് കടുവയ്ക്ക് വെടിയേറ്റു എന്നൊരു സംശയം കൂടി നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ സ്ഥിരീകരണത്തിന് നമ്മൾ കാത്തിരിക്കുകയാണ്. അവിടെ തന്നെ ആയിരുന്നു, പുറത്തായിരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾക്ക് എൻഗേജ്മെന്റിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല. ഇപ്പോൾ പരിക്കേറ്റു എന്ന് പറഞ്ഞു. പിന്നെ അത് കുറെ അപ്പുറത്തേക്കാണ്, ഒരു 500 മീറ്ററോളം ദൂരം ഉണ്ടാവും. 500 മീറ്ററോളം ദൂരം ഉണ്ടാവും. അത്രയും ഉണ്ടാവും. ആ കാട്ടില് ഇന്നലെ ഒരു 8-9 മണിയോട് അടുത്തിട്ടാണ് ഇതിന്റെ ശബ്ദം കേട്ടത്. ആ കൂട്ടത്തിൽ തന്നെയാണ് കുരങ്ങിന്റെ ഒച്ചയും കൂടെ കേട്ടത്. ഭയങ്കര കരച്ചിലായിരുന്നു. അന്നേരം ഞാൻ നമ്മുടെ വാച്ചറിനോട് വിളിച്ചു പറഞ്ഞു. അവരപ്പോഴത്തേക്ക് ഇൻഫോം ചെയ്ത് പിന്നെ എല്ലാവരോടും അറിയിച്ചു. പിന്നെ അപ്പോഴത്തേക്ക് ഇവിടെ വണ്ടി വന്നു. ഇവിടെ 6:30-ക്കാണ് അവർ പോയത്. ഇല്ലില്ല, രാത്രി പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. കൂടുതൽ വീടുകളുണ്ടോ? കൂടുതൽ ആളുകൾ? നമ്മളെ വീട് 2 വീടാണ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത്. ഏറ്റവും ലാസ്റ്റത്തെ വീടാണത്. അവിടെ നിന്ന് അങ്ങോട്ടേക്കില്ല, പിന്നെ അങ്ങോട്ടേക്ക് ഫോറസ്റ്റാണ്. ഈ ഭാഗത്താണ് ശബ്ദം കേട്ടത്, നമ്മുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. അതിന്റെ കുറച്ചപ്പുറത്ത് മാറിയിട്ടാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായെന്നാ പറഞ്ഞത്. ശബ്ദം കേട്ട് കുറച്ചപ്പുറത്തേക്കാന്നാ പറഞ്ഞത്. ഇല്ല, ഒന്നുമില്ല. അതിങ്ങനെ ഓടുന്ന ഈ വലിയ മൃഗങ്ങളൊക്കെ പോകുമ്പോൾ കുരങ്ങ് വല്ലാണ്ട് ശബ്ദിച്ച് കരയും. ഇത് ഞങ്ങൾ കുറേ കാലമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് അറിയാം ആ ശബ്ദങ്ങളൊക്കെ. ഇല്ല, എനിക്ക് ചേച്ചീന്റെ മോളെ എൻഗേജ്മെന്റ് ആണ്, അങ്ങോട്ടേക്കാ പോകുന്നത്. ഇവിടുന്ന് ഇതാ അത്രേ ഉള്ളൂ. ആ കാണുന്ന ജണ്ടയില്ലേ, അവിടെ അടുത്ത് തന്നെയാണ്. ഒരു 500 മീറ്ററോളം കാണും. 500. കാട് മൂടിയ ഭാഗമാണോ അതോ ഇതുപോലെ തന്നെയാണ്? അല്ല, കാട് മൂടിയതാണ്. ഫുൾ ഫോറസ്റ്റാണ്. അതായത് കോൺക്രീറ്റ് റോഡ് ഇല്ല, ഒരു ഊടുവഴി മാത്രമേ ഉള്ളൂ. കുരങ്ങിന് മാത്രമേ ശബ്ദം കേട്ടിട്ടുള്ളൂ. രാവിലെ അല്ല, അവർ ആ സ്പോട്ടിൽ തന്നെ വന്നായിരുന്നു. 10:30 ആകുമ്പോഴത്തേക്ക് അവരെത്തി. പിന്നെ രാവിലെ 6:30-ക്കാണ് അവർ പോയത്. ഇവിടെയുള്ള ഒരു പ്രദേശവാസിയുടെ പ്രതികരണമാണ് ഇംതിയാസ് നമ്മളിലേക്ക് എത്തിച്ചത്. ആ ഭാഗത്തെ ഏറ്റവും അവസാനമുള്ള വീട്ടിൽ താമസിക്കുന്ന ഒരു സ്ത്രീയുടെ പ്രതികരണമാണ്.